ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ്ടി റിയാക്ഷൻ. ഗൈസ്, നമ്മൾ വീണ്ടും ഒരു ഫുട്ബോൾ ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഗൈസ്, നമ്മൾ ISL നടക്കോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഗൈസ് ഉത്തരവായിട്ടുണ്ട്. സുപ്രീം കോടതിന് ഗൈസ് ISL ക്ലബ്ബുകളൊക്കെ കൂടി ഒരു പരാതി നൽകിയിരുന്നു. ഗൈസ്, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗൈസ് AIFF പിന്നെ നമ്മുടെ ISL ടീംസും കൂടി ഗൈസ് ഒരു മീറ്റിംഗ് നടത്തുകയും ആ മീറ്റിംഗിൽ ഗൈസ് ഒരു ഉത്തരം കിട്ടുകയും ചെയ്യുന്നു. ഗൈസ്, ISL എന്തായാലും ഈ സീസൺ നടക്കും. ഇപ്പം ഗൈസ് ഏറെ ഡേറ്റ് ഉണ്ട് ഗൈസ് വന്നിട്ട്, പക്ഷെ റൂമർ കഴിക്കാണ് ഒക്ടോബർ 24-ാം തീയതിയാണ് ഗൈസ് ഈ സീസൺ നടക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ കൊല്ലത്ത് ഗൈസ് നമ്മൾ ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല ഗൈസ് മിക്കവാറും ISL ഈ സീസൺ നടക്കൂല ആലോചിച്ചേ. ബട്ട് ഗൈസ് ഒക്ടോബർ 24-ന് ISL നടക്കും തന്നെയാണ് ഗൈസ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചിട്ട് നിൽക്കുന്ന ഗൈസ് ഇന്റർ കാശി ISL ഉണ്ടാവാന്ന് ആ ചോദ്യം ഇതുവരെ ഉത്തരം കിട്ടിയില്ല. ചർച്ചിൽ പ്രദേശ് ചാമ്പ്യന്മാരുന്നു ഗൈസ്. അതൊക്കെ നമ്മൾ ഐ ലീഗിന്റെ അങ്ങനെയൊക്കെ കൂടി ട്രോഫിയൊക്കെ കൊടുത്തായിരുന്നു ഗൈസ്. ആ 2024-25 ചാമ്പ്യൻസ് ലീഗ് ഐ ലീഗ് ട്രോഫിയൊക്കെ കൊടുത്തായിരുന്നു ഗൈസ്. ആ ട്രോഫി ഇന്നും ഒഫീഷ്യൽ ചാമ്പ്യന്മാരായ ഇന്റർ കക്ഷിക്ക് കിട്ടിയില്ല ഗൈസ്. ആ അടിസ്ഥാനത്തിൽ ISL പ്രൊമോട്ട് ആവോ ഇന്റർ കക്ഷി എന്ന ചോദ്യത്തിന് ഇവിടെ ഉത്തരം ലഭിച്ചില്ല. അതുമാത്രമല്ല ഗൈസ് ഈ വരുന്ന ISL 2025-26 സീസണിൽ ഗൈസ് എന്താ ഗൈസ് പറയാ റെലഗേഷനും പിന്നെ പ്രൊമോഷൻ ഉണ്ടാവുമെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഗൈസ്. റെലഗേഷനും പ്രൊമോഷൻ ഉണ്ടാവുന്നത് ഇതിനെ തുടർന്ന് ഗൈസ് കുറെ ISL ക്ലബ്ബുകളും ഐ ലീഗ് ക്ലബ്ബുകളും കുറച്ച് പരാതി അങ്ങനത്തെ അറിയിച്ചിട്ടുണ്ട്. ഒന്ന് ISL ക്ലബ്ബുകൾ പറഞ്ഞു വെച്ചാൽ റെലഗേഷൻ വേണ്ട. കാരണം ഗൈസ് അവർ ഇത്ര ഫണ്ടൊക്കെ കൊടുത്തിട്ടാണ് ഗൈസ് ISL വരുന്നത്. ആ സമയത്ത് ഗൈസ് റെലഗേറ്റ് ആയി പോയില്ലെങ്കിൽ ഫണ്ടൊക്കെ വേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഐ ലീഗ് ക്ലബ്ബുകൾക്ക് ഒറ്റ ലക്ഷ്യമില്ല ഗൈസ് ISL പോവുക. പിന്നെ അവരുടെ ഫ്യൂച്ചറൊക്കെ അവർ നോക്കണം ഗൈസ്. AFC മാച്ചുണ്ട്, PTK മോഹൻ ബഗാൻ, പിന്നെ FC ഗോവയിൽ കളിക്കുന്ന AFC മാച്ച്, അങ്ങനത്തെ കുറെ മാച്ചുകൾ കളിക്കണം ആ ക്ലബ്ബുകൾക്ക് ആഗ്രഹമുണ്ടാകും ഗൈസ്. അതിനായി അവർക്ക് പ്രൊമോഷൻ വേണം. അങ്ങനെയും കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പ്രൊമോഷൻ റെലഗേഷൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് പറയാൻ കഴിഞ്ഞ റൂമർ കഴിക്കെ. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഗൈസ് നമ്മളെ എനിക്ക് കുറെ താരങ്ങൾ ഗൈസ് കുറെ ടീമുകൾ എന്ത് സ്വന്തമാക്കിയില്ല. ആകെ ATK മോഹൻ ബഗാൻ, പിന്നെ FC ഗോവ, ഈസ്റ്റ് ബംഗാൾ എന്നീ ക്ലബ്ബുകൾ മാത്രം, പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നീ ക്ലബ്ബുകൾ മാത്രമേ ഗൈസ് അവർ സൈനിങ്സ് ഒക്കെ പൂർത്തിയാക്കിയിട്ടുള്ളൂ. പിന്നെ ജംഷഡ്പൂർ FC കുറച്ച് സൈനിങ്സ് ചെയ്തെങ്കിലും എന്നെ പൂർത്തിയായെന്ന് പറയാൻ പറ്റില്ല. അപ്പം കുറെ ക്ലബ്ബ് ഗൈസ് മുംബൈ സിറ്റി FC, കേരള ബ്ലാസ്റ്റേഴ്സ്, ഒഡീഷ FC, ബാംഗ്ലൂർ FC അങ്ങനെ കുറെ ക്ലബ്ബുകൾ എന്നെ സൈനിങ്സ് പൂർത്തിയാക്കാറുണ്ട്. കുറെ താരങ്ങൾ പോയിട്ടും ആ സ്ഥാനത്തേക്ക് വേറെ താരത്തെ ഇതുവരെ ഇറക്കാറുണ്ട് ഗൈസ്. ആ ക്ലബ്ബുകൾക്കൊക്കെ ഇനി സൈനിങ്സ് നടത്താൻ ഗൈസ് ട്രാൻസ്ഫർ വിൻഡോ ഗൈസ് വെറും ഒരാഴ്ച 5-6 ദിവസം ഇനി ഇല്ലും. ഈ വരുന്ന ആഗസ്റ്റ് 31 ഗൈസ് ഈ കൊല്ലത്തെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആവും. പിന്നെ ഒരു സൈനിങ്സ് ഒരു ക്ലബ്ബ് നടത്താനാവില്ല ഗൈസ്. അതിന്റെ അടുക്ക വേണം ഗൈസ് സൈനിങ്സ് ഒക്കെ നടത്താൻ. ഇത് ട്രാൻസ്ഫർ വിൻഡോ ഗൈസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്പീലൊക്കെ കൊടുത്തായിരുന്നു ഫിഫക്ക് AIFF. ബട്ട് ഗൈസ് അത് ഇന്നും അക്സെപ്റ്റ് ചെയ്തില്ല തന്നെ ഗൈസ് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ ഒരു കാര്യം ഉണ്ടാവില്ല. അത് 31-നുള്ളിൽ ഗൈസ് ക്ലബ്ബുകൾ സൈനിങ്സ് നടത്തണം, അല്ലെങ്കിൽ ടോട്ടൽ വേസ്റ്റ് ആവും ഗൈസ്. അത് മാത്രമല്ല ഒരു പ്രധാന പ്രശ്നം ഇവിടെ വരുന്നതാണ് ഈ ISL സംബന്ധിച്ച് കുറെ പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഗൈസ്. ISL എല്ലാം കൂടി ഗൈസ് തീരുമാനം ഒക്ടോബർ 30-നുള്ളിൽ നടന്നില്ലെങ്കിൽ തീരുമാനം എടുത്തില്ലെങ്കിൽ ഗൈസ് ഫിഫ ഗൈസ് ഒഫീഷ്യലായിട്ട് ഗൈസ് ഇന്ത്യൻ ഫുട്ബോൾ ബാൻ ചെയ്യുന്ന ഗൈസ് പറയാൻ കഴിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ബാൻ ചെയ്യണ പിന്നെ ഗൈസ് ഒരു ക്ലബിനും ഗൈസ് AFC മാച്ചൊന്നും കളിക്കാനാവില്ല. നാഷണൽ ടീമിനും AFC മാച്ച് അങ്ങനത്തെ ഒന്നും കളിക്കാനാവില്ല ഗൈസ്. ഫുള്ളി ബാനാണ്. വെറുതെ കളിക്കുക ഗൈസ്. AFC മാച്ച് കളിക്കാനാവില്ല. നാഷണൽ ടീമിന് ഒരു മാച്ച് കളിക്കാം. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഗൈസ് ബാൻ കിട്ടിയാൽ. മിക്കവാറും ഗൈസ് ഒക്ടോബർ 30-നുള്ളിൽ തീരുമാനം ആയില്ല ഗൈസ് ഉറപ്പായി ഒരു ബാൻ പ്രതീക്ഷിക്കാം ഫിഫയുടെ ഭാഗത്ത് നിന്ന് ഗൈസ്. അതൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ISL പറഞ്ഞ ഡേറ്റ് നടക്കട്ടെ. എല്ലാം കൂടി ഇത് പറഞ്ഞുകൊണ്ട് ഗൈസ് ഇന്നലെ ഇവിടെ ചേർത്തുന്നു. എൻ്റെ നിങ്ങളുടെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസ് ഉണ്ടെങ്കിൽ സോറി ഗൈസ് ഇത് ഈ ചാനൽ വീട്ടിൽ തന്നെ ഒന്നും തിരിയില്ല. ഇനി നിങ്ങൾ അടിപൊളി ഫുട്ബോൾ റിലേറ്റഡ് ന്യൂസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാറുണ്ട്. ബൈ ബൈ, സീ യു, ടാറ്റ.